നമസ്കാരം. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാൻ ഇടവരുമെങ്കിലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാനായിട്ട് ഒരു പക്ഷേ സഹപ്രവർത്തകരുടെ സഹായം വേണ്ടി വരുവാനിടയുണ്ട്. വ്യവസായ വ്യാപാര വിപണന പുരോഗതി കൈവരുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരുവാനും നിലവിലുള്ളതിനേക്കാൾ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാനും അവസരം ഉണ്ടായിത്തീരും. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കൈവരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. വസ്തുനിഷ്ഠമായ സമീപനവും പ്രവർത്തനങ്ങളും ലക്ഷ്യപ്രാപ്തിക്കും സൽകീർത്തിക്കും ആഗ്രഹ സാഫല്യത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. സൗമ്യ സമീപനത്താൽ സർവകാര്യ വിജയം നേടും. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഒരുപക്ഷെ വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അവസരം അനുമതി ഈ വർഷം ലഭിക്കുവാനിടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. സഹോദരങ്ങളുമായിട്ട് വിപരീതമായി തീരുവാനിടയുണ്ട്. വിദഗ്ധമായിട്ടുള്ള ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും ഗർഭം ധരിക്കുവാനും 2015-14 ആണ്ടിൽ ഒടുവിൽ സൽസന്താന ഭാഗ്യത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അഥവാ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. സുവ്യക്തമായുള്ള കർമ്മ പദ്ധതികളൊക്കെ പണം മുതൽ മുടക്കുവാൻ ധാരണയാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വസ്തുനിഷ്ഠമായ സമീപനം സർവകാര്യ വിജയങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കും. സുതാര്യതക്കുറവിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും ഈ വർഷം അവസരം വന്നു ചേരും. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2014 ആണ്ടിലെ ഫലങ്ങളാണ് പറഞ്ഞത്.